നരേന്ദ്രമോദിക്കും പിണറായിക്കും ഇടയിലുള്ള പാലമാണ് ഇ.പി. ജയരാജൻ എന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കില്ല. കേരളത്തിൽ 20 സീറ്റിലും UDF വൻ വിജയം നേടുമെന്നും രമേശ് ചെന്നിത്തല വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഹരിപ്പാട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPM-ന്റെ ചിഹ്നം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ ചർച്ച ഇപ്പോൾ ജയരാജൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. ജാഗ്രതക്കുറവ് മാത്രം എന്നൊരു രീതിയിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭാഷണങ്ങളാണിതെല്ലാം. BJP-യുമായിട്ട് ജയരാജനെ മുഖ്യമന്ത്രി ഒരു പാലമായി ഉപയോഗിക്കുകയാണ്. ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്, LDF കൺവീനറാണ്. അദ്ദേഹം അറിയാതെ, മുഖ്യമന്ത്രി അറിയാതെ ജയരാജൻ ഒരു ചർച്ചയ്ക്ക് പോകുമെന്ന് ആരെങ്കിലും കരുതുമോ? അപ്പോൾ BJP-യുമായിട്ടുള്ള, മോഡിയുമായിട്ടുള്ള ഒരു പാലമായിട്ടാണ് ജയരാജൻ പ്രവർത്തിക്കുന്നത്. ഇത് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നതാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു. അത് ഇന്ന് ജയരാജൻ വെട്ടിത്തുറന്ന് പറഞ്ഞുകൂടി സംഭവങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി പാപി ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ജയരാജൻ്റെ മറ്റൊരു ആരോപണം, കെ സുധാകരനും രമേശ് ചെന്നിത്തലയും BJP പോകാൻ ആഗ്രഹിച്ച നേതാക്കളാണ്. 40% രമേശ് ചെന്നിത്തല പോകാൻ ആഗ്രഹിച്ചു. ഇ.പി. എന്നെപ്പറ്റി ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇ.പി. ഇന്നലെ പറഞ്ഞു. അത് എനിക്കറിയില്ല. എന്നെപ്പറ്റി ആരും അങ്ങനെ പറയത്തുമില്ല, അങ്ങനെ ആലോചിക്കുകയും ചെയ്യാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു BJP-ക്ക് വേണ്ടി BJP വോട്ടുകൾ CPM-ന് കൊടുത്തെന്ന്. ഇത്തവണ തിരിച്ചുണ്ടാവും. ഇത്തവണ CPM-ഉം BJP-യും തമ്മിൽ നല്ല ധാരണയിലാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു പാലമായി ഉപയോഗിച്ചുകൊണ്ട് BJP-യുമായിട്ട് കൂട്ടുകെട്ടാണ്.